ചിറയിൻകീഴിലും സമാനമായ രീതിയിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചത് ചികിത്സാ പിഴവ് ആരോപണം ഉയർന്നിരുന്നു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ചികിത്സാ പിഴവ് ഇല്ല എന്നതാണ്. എന്നാൽ കുടുംബം അത് പൂർണ്ണമായും തള്ളുകയാണ്. കുട്ടിക്ക് പാമ്പ് കടിയേറ്റെന്ന് സ്ഥിരീകരിക്കാനായില്ല എന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം. രക്തപരിശോധനയിൽ പ്രശ്നങ്ങൾ കണ്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുകയാണ്. ആശുപത്രിയിൽ ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടെന്നും സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ കുട്ടിക്ക് പാമ്പ് കടിയേറ്റ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും പരിശോധിച്ചില്ലെന്ന ആരോപണം ആവർത്തിക്കുകയാണ് കുടുംബം. ജീവനത്തിനല്ല, കടിച്ചത് പാമ്പാണെന്ന് നമ്മൾ സ്വീകരിച്ചില്ല. കാരണം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞത് എന്തോ കടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവൻ പറയുന്നുണ്ട് എന്തോ വലുതാണ് കാലി കയറി കടിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് പാമ്പ് കയറാൻ ചാൻസുള്ള വീടാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനുള്ള വീടാണെന്ന് പറഞ്ഞു. പിന്നെ തല ചുറ്റുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, രണ്ടായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു, ശ്വാസം മുട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു. ആ സമയത്തൊന്നും അവർ കാര്യമായിട്ട് എടുത്തില്ല. പെട്ടെന്ന് അവൻ ഛർദ്ദിക്കണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ തൊണ്ടയിൽ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞത് കഫം വന്ന് തൊണ്ടയിൽ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. ആ സമയത്ത് പോലും അവർ നോക്കിയിട്ടില്ല. റിയാക്ഷൻ കാണിച്ചു തുടങ്ങിയാൽ പോലും എന്താണെന്ന് പരിശോധിച്ചിട്ടില്ല. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ഒരു ജാഗ്രത കാണിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. കുടുംബം പറയുന്നതും അതുതന്നെയാണ്. എന്തോ കടിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് പാമ്പാക്കാനുള്ള സാധ്യത അതുപോലും പരിശോധിച്ചില്ല, ആ രീതിയിലുള്ള ചികിത്സ നൽകിയില്ല എന്നതാണ്. സൂപ്രണ്ട് റിപ്പോർട്ട് നൽകിയെങ്കിൽ പോലും കുടുംബം ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ ഹരി? പിന്നെ തീർച്ചയായിട്ടും ഇന്നലെ രാവിലെ മുതൽക്ക് തന്നെ, അതായത് ദിക്ഷലിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ തന്നെ കുടുംബം ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതായത് 2:45 ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പുലർച്ചെ എത്തിച്ച ദിക്ഷലിനെ വേണ്ടത്ര രീതിയിൽ ആശുപത്രിയിൽ നിന്ന് ഒരു ചികിത്സ ലഭിച്ചിട്ടില്ല. മാത്രമല്ല മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക മാത്രമാണ് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് കുടുംബം പറഞ്ഞത്. അതായത് ആന്റിവെനം ഉണ്ട് എന്ന് ആശുപത്രി പറയുമ്പോൾ പോലും ആന്റിവെനം എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ 2 ബ്ലഡ് ടെസ്റ്റുകൾ നടത്തി കുട്ടിക്ക്. ആ 2 ബ്ലഡ് ടെസ്റ്റുകളിലും ഒരു വിഷജന്തുക്കളും കടിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത് എന്നുള്ളതാണ് ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കടിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ആന്റിവെനം നൽകാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ആന്റിവെനം താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. 27 വയൽ ആണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത്, അതിൽ ഒന്ന് നൽകാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് താലൂക്ക് ആശുപത്രിയിൽ നൽകുന്ന വിശദീകരണം. പക്ഷേ കുടുംബം ആ വിശദീകരണം തള്ളിക്കളയുകയാണ്, അല്ലെങ്കിൽ അവരുടെ വാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഈ ആശുപത്രിയിൽ കൊണ്ടുചെന്നപ്പോൾ തന്നെ എന്തോ വലിയ ജീവി കടിച്ചു എന്നുള്ള നിലയിൽ തന്നെയാണ് കുട്ടി പറഞ്ഞിരുന്നത്. 2ആയിട്ടാണ് പലതും കണ്ടിരുന്നത്. ഇക്കാര്യവും അവിടെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സ് ആ സമയത്ത് വവ്വാലാണോ മൂങ്ങയാണോ കടിച്ചത് എന്നൊക്കെ അടക്കമാണ് കുട്ടിയോട് ചോദിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഗുരുതരമായ രീതിയിൽ ചെന്ന ഒരു കുട്ടിയോട് പെരുമാറേണ്ട രീതിയിലല്ല അവർ പെരുമാറിയത്. മാത്രമല്ല ഡോക്ടർ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല, നേഴ്സ് ഒന്ന് മറിച്ച് കിടത്തുക മാത്രമാണ് ചെയ്തത് എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ആന്റിവെനം ഉണ്ടെന്ന് ആശുപത്രി അധികൃതർ റിപ്പോർട്ടിൽ അടക്കം ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലും ആ ആന്റിവെനം എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളതാണ് കുടുംബം ചോദിക്കുന്നത്. സാങ്കേതികമായും ശാസ്ത്രീയപരമായും ചില കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ എങ്കിൽ പോലും കുടുംബത്തിന്റെ ആശങ്ക വളരെ പ്രധാനപ്പെട്ടതാണ് വിനീത ഈ സമയം. ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.